ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക, വിട്ടേക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ, നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നതൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ മാസ്റ്റർ കാർഡ് കിട്ടിയിട്ടുള്ളത് 4 of Wands ആണ്. നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. മേ ബി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കാം. ഈ ഒരു അവസ്ഥ ഇപ്പോൾ അവരുടെ ലൈഫിന്റെ ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് അവർക്ക് അവരുടെ ജീവിതത്തോട് വെറുപ്പ് തോന്നുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. അതായത് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ അവഗണിച്ചു പോയതിൽ ഒക്കെ അവർ ഒരുപാട് റിഗ്രറ്റ് ഫീൽ ചെയ്യുകയാണ്. അവർ ചെയ്തു പോയതെല്ലാം തെറ്റായിരുന്നു, അവരെടുത്തിട്ടുള്ള ഡിസിഷൻസ് എല്ലാം തെറ്റായിപ്പോയി എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന ചിന്തയിലാണ് ഈ വ്യക്തി ഉള്ളത്. ഒരു സഡൻ ആക്ഷൻ എടുക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. അത്രത്തോളം അവർ ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അവർ ഓരോ നിമിഷവും മുന്നോട്ട് തള്ളി നിൽക്കാനായിട്ട് വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. കാരണം അത്രയും അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർ ഓരോ നിമിഷവും തള്ളി നീക്കാൻ അവർ ബുദ്ധിമുട്ടുകയാണ്. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും അവർക്ക് ശൂന്യതയാണ് നൽകുന്നത്. അവർ നേടിയെടുത്തത് ഒന്നും നിങ്ങൾക്ക് പകരമാകില്ല എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യമാണ് ഈ വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ മുന്നിൽ തടസ്സങ്ങളാണ് ഉള്ളത്. അപ്പം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു സ്റ്റെപ്പ് ഈ വ്യക്തി എടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ വലിയൊരു തടസ്സം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഓപ്ഷൻസും അവരുടെ മുന്നിലുണ്ട്. അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ഈ വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇത്രയും നാളായിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് ഒരു ഡിസിഷൻ എടുക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തോന്നല് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതിൽ തന്നെ ഏത് ചോയ്സ് ആണ് എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ അവർ കൺഫ്യൂസ്ഡ് ആണ്. അവരുടെ മുന്നിൽ ഒത്തിരി ചോയ്സ് ഉണ്ട്, പക്ഷെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെ ചൂസ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം അത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞു, അത്രത്തോളം ലെസൺസ് മനസ്സിലാക്കി കഴിഞ്ഞു. അവർ നിങ്ങളെ അവോയ്ഡ് ഇങ്ങനെ മറ്റൊരു ദിശയിലേക്ക് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട്. പക്ഷെ അവര് മറ്റെന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഒരു ഡിസ്റ്റൻസിൽ അവർ വെച്ചിരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇപ്പോഴാണ് അവർക്ക് ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. പക്ഷെ നിങ്ങൾ തന്നെ ആ സമയത്ത് റൈറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കുക. ഈ വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യണമോ, ഈ വ്യക്തിക്ക് ഒരു അവസരം നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യം മാത്രം നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അത്രയും സിൻസിയർ ആയിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ആണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തീരുമാനം നിങ്ങളുടേതായിരിക്കുക.
അതാണ് നമ്മൾക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? നമുക്ക് ജസ്റ്റ് കാർഡുകൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഒരു സമയത്ത് നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഈ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, വളരെയധികം മിസ് ഫീലിംഗ് അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അവർ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ പല തടസ്സങ്ങളും അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അവരിങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ഒരവസരം കൂടി നൽകുമോ എന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നതായിട്ട് കാണുന്നു. അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കാണുന്നുണ്ട്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. അതിന് അവർ നിങ്ങളോട് റിപ്പീറ്റായിട്ട് സോറി പറയുകയാണ്. അപ്പം അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് അവരോട് നിങ്ങൾ ക്ഷമിക്കുമോ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ല പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. മേ ബി ഈ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് അത്രയും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഉണ്ട്, മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ട്. അവർ റിപ്പീറ്റായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഡേ ആൻഡ് നൈറ്റ് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏകാന്തതയിൽ മുന്നോട്ട് പോകാനായിട്ട് ഇനി അവർക്ക് കഴിയില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആയിട്ട് വരാൻ ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോ നിമിഷത്തിലും അവരോടൊപ്പം ഉണ്ടാകണം. ഈ ലൈഫ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, വളരെ മിസ് ഫീലിംഗ് ഇപ്പൊ ഈ ഒരു സമയത്തുള്ളതായിട്ട് നമുക്ക് ഈ ഒരു എനർജീസ് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് മോൾ ഓൺ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിൽ മറകുള്ള വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. നമ്പർ 1, ഓക്കെ, ആർട്ടിസ്റ്റ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ. എബ്രോഡുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ടുമോറോ, യെസ്, വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഡിസംബർ മന്ത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1988 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ജൂൺ മന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് കിട്ടിയിട്ടുള്ളത്. അക്കൗണ്ടന്റ്, ഓക്കെ, അക്കൗണ്ടന്റ് ആയിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, പോസിബിൾ. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് കാര്യമാണോ ഈ ഒരു യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം പോസിബിൾ ആണ് എന്നാണ് ഇവിടെ കിട്ടുന്നത്. യെല്ലോ കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ യെല്ലോ കളർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഇഷ്ടമായിരിക്കും. ലെറ്റർ വി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1996. ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പാലക്കാട് ഡിസ്ട്രിക്റ്റ്, ഓക്കെ. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരോ സോഷ്യൽ മീഡിയയിൽ കോണ്ടാക്ട് ചെയ്യുന്നവരോ ഒക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ ജെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റ്, ഓക്കെ. ടീ ലവർ, ചായ എപ്പോഴും കുടിക്കുന്നവരോ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരോ ഒക്കെ ആവുന്നുണ്ട്. നമ്പർ 22 കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഗെയിം കളിക്കുന്ന വ്യക്തികളാകാനുള്ള, അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിമിനോട് ഭയങ്കര പാഷനുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ടീച്ചിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ലെറ്റർ ഐ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ബി കിട്ടിയിട്ടുണ്ട്. ലെറ്റർ എഫ് കിട്ടിയിട്ടുണ്ട്. നമ്പർ 31 കിട്ടിയിട്ടുണ്ട്. ട്രൂ ലവ്, ഇതൊരു ട്രൂ ലവ് ആണ് എന്ന് നമുക്കിവിടെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ള ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി സപ്പോർട്ടീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.